എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി ഷവർമ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. നോമ്പെല്ലാം വരാനായില്ല, അപ്പം നോമ്പിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ, അതുപോലെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, പാർട്ടികളിലൊക്കെ താരമാവാൻ പറ്റിയ, ഏത് സമയത്തും നമുക്ക് ഇഷ്ടത്തോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഷവർമ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ തന്തൂരി മസാലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും ഹാഫ് ലെമണും പിഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തന്തൂരി മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അങ്ങനെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ മതിയാവും. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ ചെറിയ പീസായത് കൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് മിക്സാക്കി ഫ്രൈ ചെയ്തെടുക്കലാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒരു 10 മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടിക്കോളും. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ഇട്ട് കൊടുത്ത ഉള്ളിയും ക്യാപ്സിക്കം അധികം അങ്ങ് വെന്ത് പോകണ്ട, അതുപോലെ അതിൻ്റെ ആ ഒരു പച്ച കളറങ്ങ് മാറിപ്പോകാത്ത രീതിയിൽ 1 മിനിറ്റോളം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ചിക്കൻ്റെ ആ ഒരു ഉപ്പ് തന്നെ വെജിറ്റബിൾസിനും മതിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഷവർമ സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിംഗ് എല്ലാം അത്യാവശ്യം ചൂടെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു ഷവർമ സാൻഡ്വിച്ച് റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒന്ന് ഓവനിലും ഒന്ന് പാത്രത്തിലും ബേക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവനിൽ വെക്കുന്ന പാത്രമാണിത്. അതിലേക്ക് അല്പം ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ബട്ടർ നന്നായിട്ട് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതുപോലൊരു ഷവർമ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഒന്നുകിൽ വീട്ടിലുണ്ടാക്കിയത് എടുക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന കുബൂസ് ഉണ്ടല്ലോ അതെടുത്താലും മതി. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കാണിക്കാഞ്ഞത്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, വേണ്ടുന്നവർ ഇത് കണ്ടു നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഗാർലിക് സോസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കെച്ചപ്പ് എടുത്താലും മതി. എന്നിട്ട് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് സോസ് റെഡിയാക്കിയിട്ടുണ്ട്. 1/4 കപ്പ് മയോണീസിലേക്ക് 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മയോണീസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് ഇതിലേക്ക് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആ ഒരു റെഡിയാക്കിയ സോസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ഇട്ടോളൂ, നല്ല ടേസ്റ്റാണ്. ചീസ് ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ സോസ് ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവനിൽ ഒരു 5-6 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് റെഡിയായി കിട്ടും. ഈ ഒരു ചീസെല്ലാം ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ചീസ് മെൽറ്റാകുന്ന ആ ഒരു സമയം വരെ വെക്കുക.
പിന്നെ ഞാൻ ഒരെണ്ണം പാനിൽ വെക്കാനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് പാനിലേക്ക് നമുക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിലുള്ളത് ഞാൻ ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. റെഡിയാക്കിയ സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റോളം വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ചീസെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടും. ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ചെറിയ തീയിൽ ഒരു 6 മിനിറ്റോളം വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ചീസെല്ലാം ഒന്ന് മെൽറ്റായി എന്ന് കാണുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ ഒരു 6 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 7 മിനിറ്റിന് ശേഷം ഞാനിതാ തുറന്നിട്ടുണ്ട്. ചീസൊക്കെ അത്യാവശ്യം ഒന്ന് മെൽറ്റായി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുത്തത്, ഇത് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തത്, രണ്ടും അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചീസൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ചൂടോടെ കഴിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചൂട് ചായക്കൊപ്പം ഇതൊരു പീസ് മതി. വയറും മനസ്സും ഒക്കെ ഒരുപോലെ നിറയാൻ. നോമ്പ് തുറക്കുമ്പോഴും ഗസ്റ്റ് വരുമ്പോഴും അപ്പോൾ പാർട്ടികളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഷവർമ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.